ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ ഡ്രാഗൺ ചിക്കൻ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റും. അതിനാവശ്യമായ സാധനങ്ങൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഡ്രാഗൺ ചിക്കൻ ഉണ്ടാക്കുന്ന രീതിയും കൂടെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താം. അതിനാവശ്യമായ ക്യാപ്സിക്കം നമുക്ക് ആദ്യം കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം അത്യാവശ്യം മീഡിയം സൈസുള്ളൊരു ഉള്ളി കട്ട് ചെയ്തെടുക്കാം. വെളുത്തുള്ളി നല്ല ചെറുതായിട്ട് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. അത് കഴിഞ്ഞ് മുളക്, അത് ഉണക്കമുളകാണ് ആവശ്യം. ഉണക്കമുളക് ചെറുതായിട്ട് കട്ട് ചെയ്യണ്ട, അത് ഒരു മുളകിന് ഒരു 3 പീസായിട്ട് കട്ട് ചെയ്തിട്ടാൽ മതിയാവും. ചിക്കൻ്റെ ബോൺലെസ് മീറ്റാണ് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അത് നല്ല രീതിയിലൊന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം നീളത്തിന് വേണം കട്ട് ചെയ്തെടുക്കാൻ. അതിൽ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് 2 ടീസ്പൂൺ കുരുമുളക് ചേർത്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്തൊന്ന് 5 മിനിറ്റ് മാറ്റി വയ്ക്കണം. ഒരു പാത്രത്തിൽ മൈദാമാവ് എടുക്കാം. അതിൽ ആവശ്യത്തിന് ഉപ്പ്, കുരുമുളക് പൊടി, 2 ടീസ്പൂൺ കോൺഫ്ലോർ, ഒരു മുട്ട, ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നല്ല രീതിയിൽ പേസ്റ്റ് പരുവത്തിലായിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന ചിക്കൻ ഇട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ചിക്കനെ നമുക്ക് നല്ല രീതിയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ചിക്കൻ നല്ല രീതിയിലൊരു ബ്രൗൺ കളർ ആവുന്നവരെ ഫ്രൈ ചെയ്തെടുക്കണം. കാരണം വെച്ചാൽ ആ ചിക്കനൊക്കെ നല്ല രീതിയിലൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരു ബ്രൗൺ കളർ ആവുന്നവരെ ഫ്രൈ ചെയ്യുന്നത്. ചിക്കനൊക്കെ നല്ല രീതിയിൽ ഫ്രൈ ചെയ്ത് മാറ്റിയതിന് ശേഷം നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരുന്ന വെളുത്തുള്ളി, മുളകും നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരുന്ന ഉള്ളിയും കൂടെ നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കണം. സാധാരണ ചിക്കൻ കറി വയ്ക്കുന്നത് പോലെ ഉള്ളി നല്ല രീതിയിൽ ബ്രൗൺ കളർ ആവുന്നത് വരെ വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചെറിയ രീതിയിലൊന്ന് വാടി കിട്ടിയാൽ മതി. റെഡ് ചില്ലി സോസ്, ഡാർക്ക് സോയ സോസ്, പിന്നെ ടൊമാറ്റോ സോസ്, ഇത് 3 ഒഴിച്ചതിന് ശേഷം നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരുന്ന ക്യാപ്സിക്കം ഇട്ട് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം.
ഇത് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലിട്ട് കുറച്ച് കാഷ്യൂനട്ട് ഇട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വിനാഗിരി ഒഴിച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യണം. നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം 1 കപ്പ് വെള്ളത്തിൽ 1 ടീസ്പൂൺ കോൺഫ്ലവർ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് ഇതിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കണം. ഒഴിച്ചതിന് ശേഷം ഒരു 2-3 സെക്കൻഡ് വരെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന ചിക്കൻ ഇതിലോട്ടൊന്ന് ഇട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യണം. നമ്മുടെ ഡ്രാഗൺ ചിക്കൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇതിലോട്ട് അവസാനമായിട്ട് നോക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഉപ്പുണ്ടോ എന്ന് നോക്കണം. ഉപ്പുണ്ടോ എന്ന് നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഉപ്പ് ഇതിലിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതിയാവും. അതിനുശേഷം മല്ലിയില നല്ല രീതിയിൽ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇതിൻ്റെ മേളിലൂടെ ചെറുതായിട്ടൊന്ന് വിതറി കൊടുക്കണം. അതോടൊപ്പം തന്നെ വെളുത്ത എള്ള് അതും ഇതിൻ്റെ മേളിൽ ചെറുതായിട്ടൊന്ന് വിതറി കൊടുത്താൽ മതിയാവും. അപ്പോൾ നമ്മുടെ ഡ്രാഗൺ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. മറ്റൊരു വീഡിയോയിലൂടെ കണ്ടുമുട്ടുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.